വലിയ കലാപരമായ മേന്മ പുലർത്തുന്ന അല്ലെങ്കിൽ ചിട്ട പുലർത്തുന്ന ഒരു രീതിയാണ്. അത് എങ്ങനെ സാധിക്കുന്നതെന്ന് നമുക്ക് എപ്പോഴും അത്ഭുതം തോന്നില്ലേ ശ്രീജിത്ത്? സജീവട്ട തീർച്ചയായും എനിക്ക് തോന്നുന്നു ഈ മനുഷ്യർക്കെല്ലാം ഈ പൂരം എന്ന വികാരത്തോട് വടക്കുന്നാഥനോടും പാറമേക്കാവ് ഭഗവതിയോടും ഒപ്പം തന്നെ തിരുവമ്പാടി ഭഗവതിയോടും ഒക്കെയുള്ള അവരുടെ ഒരു സമർപ്പണം കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് നിസ്സംശയം പറയാം. കാരണം അവർ പൂരം എന്ന വികാരത്തിനൊപ്പം അവർ എത്രയോ അവരുടെ ജോലികളൊക്കെ മാറ്റി പല ജോലികൾ ചെയ്യുന്നവരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള മനുഷ്യർ ഇതിനൊപ്പം നിന്നുകൊണ്ട് വലിയ അധ്വാനം നടത്തിക്കൊണ്ടാണ് ഇങ്ങനൊരു കാര്യത്തിലേക്ക് പോകുന്നത്. അവിടെ വെറുതെ ഏതെങ്കിലും കുറച്ച് കുടകൾ കൊണ്ടുവരിക, കുറച്ച് വർണ്ണക്കുടകൾ കൊണ്ടുവരിക, അത് ഉയർത്തി അങ്ങ് പോയി കഴിയുക എന്നുള്ളതല്ല. ഈ കുടമാറ്റം, ഈ മേളപ്പെരുക്കത്തെ കുറിച്ച് നമ്മൾ പറയില്ലേ, ഇലഞ്ഞിത്തറ മേളത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു പെരുക്കത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ കുടമാറ്റത്തിനും ഒരു താളമുണ്ട് എന്നുള്ളതാണ്. തൃശ്ശൂരിന്റെ കൂക്കലിന് പോലും ഒരു താളമുണ്ടെന്നാണ് മന്ത്രി കെ രാജൻ ഇന്നലെ പറഞ്ഞത്. അതേപോലെ ഇവിടെ ഓരോ കാര്യത്തിനും ഒരു താളമുണ്ട്, ഇതിന് ഒരു തിരക്കഥയുണ്ട്, ഒരു സിനിമ പോലെ തന്നെയാണിത്. ആളുകളെ, കാണുന്നവനെ രഞ്ജിപ്പിക്കുന്ന, അവർക്കൊരു മനോരഞ്ജനം ഉണ്ടാക്കുന്ന മനോഹരമായ കാഴ്ചയിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് അതിവേഗം ഈ ചടുലത. നോക്കൂ, നമ്മളിവിടെ നിന്ന് പറയുന്നത് പോലെ മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യനും ഇത് ആസ്വദിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ ആരവങ്ങളിലേക്ക് കടക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എത്രയോ മനോഹരമായ, എത്രയോ കുടകൾക്കുള്ളൊരു പ്രത്യേകത, കുടകൾ ഓരോ തവണയും പുതുക്കുന്നുണ്ട്. അത് നമ്മൾ കാണാത്ത വർണ്ണങ്ങളിലേക്ക് അത് വികസിക്കുന്നുണ്ട്. ഒരുപക്ഷെ പച്ച നീല എന്ന് തുടങ്ങിയിരുന്ന ഒരു കാലഘട്ടം, നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾക്ക് പ്രത്യേകമായി ഒരു നിറം പറയാൻ കഴിയാത്തത്ര വർണ്ണാഭമായ സുന്ദരമായ കുടകളിലേക്ക് വളരുന്നുണ്ട് ഓരോ വിഭാഗവും. അവർ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനത്തിനൊടുവിലാണ്, ഈ ചിട്ടയ പ്രവർത്തനത്തിനൊടുവിലാണ് ഈ കുടകൾ തയ്യാറാക്കുകയും അത് ആനപ്പുറത്ത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ കുടമാറ്റത്തിൽ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള മത്സരം പോലെ ആവണമെങ്കിൽ, നേരത്തെ അനുമോദ് പറഞ്ഞ പോലെ സൂര്യനെ കാണിക്കുമ്പോൾ അവിടെ സൂര്യനും ചന്ദ്രനും മറുപടിയായി കൊടുക്കണമെങ്കിൽ എങ്ങനെയാണ് അത് സാധിക്കുന്നത്? എത്ര കുടകൾ ഉണ്ടായിരിക്കും? എത്ര കുടകളാണ് അവർ കൈവശം വയ്ക്കുന്നത്? ഇനി ഉയർത്തേണ്ട കുട ഏതാണ്? അവർ പറയുന്നതിന് മറുപടി എങ്ങനെ കൊടുക്കണം എന്നുള്ള മറുവിഭാഗത്തിൻ്റെ ആലോചന, അത് എത്ര പേരുടെ ആലോചനയാണ് ഒരേ സമയത്ത് ഒരേപോലെ സംഗമിക്കുന്നത്? ഒരേപോലെ ഒരു കൂട്ടം മനുഷ്യർ ചിന്തിക്കുന്നതുകൊണ്ടല്ലേ 15 പേർ ഉയർത്തുന്ന കുടകൾ ഒന്നാകുന്നതും, അതിന് പിന്നിൽ അത് എടുത്തു കൊടുക്കുന്നവർ ഒരേപോലെ ചിന്തിക്കുന്നതും, അതിലേക്ക് എത്തിക്കുന്നവർ ഒരേപോലെ ചിന്തിക്കുന്നതും. ഒരുപക്ഷെ അവിടെ നിന്ന് ഉയരുന്ന കുടയ്ക്ക് മറുപടിയായി വേറൊരു കുട അതിന് മറുപടി എന്നോണം കൊടുക്കണമെങ്കിൽ എങ്ങനെ ഉയർത്തണം, അതെങ്ങനെ വേണം എന്ന് ചിന്തിക്കാനുള്ള ഒരേ മനസ്സ്, അതെങ്ങനെയെന്ന് എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നതാണ്. ആ രഹസ്യം ഇപ്പോഴും വെളിപ്പെട്ടിട്ടില്ല എന്ന് വേണമല്ലേ പറയാൻ, അനുമോദ്, ശ്രീജിത്ത്? സജീവയുടെ തീർച്ചയായും ഇതൊരു വലിയ അധ്വാനമാണ്. പിന്നെ തൃശ്ശൂർക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാകാരന്മാരുടെ ഒരു വലിയ പട്ടികയാണ്. സജീവട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നിറങ്ങളിലുണ്ടാകുന്ന വ്യത്യാസം, നമുക്കെത്ര നിറം അറിയാം, പക്ഷേ പുതിയ പുതിയ വർണ്ണങ്ങൾ സൃഷ്ടിക്കാൻ, അതിനനുസരിച്ച് കളറുകൾ സൃഷ്ടിച്ചുകൊണ്ട് പുതിയ വർണ്ണങ്ങൾ, പുതിയ ഡിസൈനുകൾ, അങ്ങനെ ഓരോ വ്യത്യസ്തതയും കൊണ്ടുവന്നുകൊണ്ട് വലിയ രീതിയിൽ ഒരു ആഘോഷമാക്കി മാറ്റുന്നു. ഇതാ